വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. സ്കൂളൊക്കെ നാളെ ഓപ്പൺ ആവാൻ പോവാണ്. 2 മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നാളെ സ്കൂൾ ഓപ്പൺ ആവുന്ന സന്തോഷത്തിലായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. ഇനി ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉഷാറായിട്ടൊക്കെ പോവാൻ നോക്കാട്ടോ. മഴയാണ്, രാവിലെ എണീക്കാൻ നല്ല മടിയുണ്ടാവും, എന്നാലും സാരമില്ലാന്ന്. നമുക്ക് പഠിച്ച് വലിയ ആളാവണ്ടേ. അപ്പൊ കുറച്ച് മടിയൊക്കെ മാറ്റി വെച്ച് എല്ലാരും സ്കൂളിൽ പോവാൻ നോക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് എനിക്കറിയാം. കുറച്ചല്ല, നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബിസി ആയി പോയതാണ്. എങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. വെറും പേപ്പറും പെൻസിലും കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പൊ കൂടുതൽ പേരും ഡെസ്ക് മേക്ക് ഓവർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരാൾ മാത്രമാണ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചത്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം, നീ സ്കൂളൊക്കെ തുറക്കാൻ പോവാണല്ലോ, അപ്പൊ ഇനി ദിവസമൊന്നുമില്ല. അപ്പൊ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ഉണ്ടാക്കുന്നത് നെയിം സ്ലിപ്പാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വല്ലാണ്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചാനലിലും വന്നിട്ടുണ്ട്. ഞാനും എന്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒട്ടും അറിയാത്തവർക്കായിട്ട് പറയാം. ഒരു A4 ഷീറ്റ് എടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സൈസിൽ അതൊന്ന് മടക്കി എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പിക്ചറാണോ വേണ്ടത് അത് വരച്ചു കൊടുക്കുക. ഇനി എന്നെ പോലെ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ട്രേസിംഗ് ആപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുക്കുക, അങ്ങ് കോപ്പി അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അത് കളർ ചെയ്തെടുക്കുക. പിന്നെ അതിന്റെ 4 ബോർഡറിലായിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം സ്ലിപ്പിൽ എന്തൊക്കെ ഉണ്ടാവോ അതൊക്കെ എഴുതി കൊടുക്കുക. നെയിം, ക്ലാസ്, റോൾ നമ്പർ. സ്കൂളിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. അപ്പോൾ നെയിം സ്ലിപ്പിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കണമെങ്കിൽ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ബുക്കിലൊക്കെ ഒട്ടിക്കാൻ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗമ്മ യൂസ് ചെയ്യുന്നവർക്ക് ഗമ്മ യൂസ് ചെയ്യാം. ഇനി അതല്ല, ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്ത് ഒട്ടിക്കാട്ടോ. അപ്പൊ നെയിം സ്ലിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരട്ടെ. അതെ ഗൈസ്, നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് മെമ്മോ പാഡ് ആണ്. ഞാനിവിടെ ഒരു മിഫി തീമിലാണ് കേട്ടോ ഒട്ടുമിക്ക സംഭവങ്ങളും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട സൈസിൽ അത് മടക്കിയെടുക്കുക. എന്നിട്ട് അത് നിവർത്തിയതിനു ശേഷം അതിന്റെ ഒരു സൈഡിലായിട്ട് നേരത്തെ കാണിച്ച അതേ പ്രൊസീജിയറിൽ നമ്മൾ മൊബൈലിൽ വെച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. കാരണം ഒരു വര പോലും നന്നായിട്ട് വരയ്ക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതാണ് ഒരേ ഒരു സൊല്യൂഷൻ. ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ മടക്കിയ പോലെ തന്നെ അത് മടക്കിയെടുക്കുന്നു. എന്നിട്ട് ഒന്നിച്ചത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയും പീസ് ഒന്നിച്ച് കിട്ടും. ഇനി അതിന്റെ ഫസ്റ്റ് പേജിൽ കൊടുക്കുന്ന ആ ഒരു മിഫിക്ക് മാത്രം നമ്മൾ കണ്ണും മൂക്കും വരച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള മിഫിക്കൊക്കെ അതിന്റെ ബോർഡറിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ആകെ 2-3 കൊടുത്തിട്ടേ ഉള്ളൂ, കാരണം മടിയാണ് ഗൈസ്. ഇനിയുള്ള പ്രൊസീജിയർ വെരി സിമ്പിൾ ആണ്. നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് അതിന്റെ ആ ഒരു അറ്റത്ത് കൂടെ നമ്മൾ ഫെവിഗിൾ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതൊരു കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മോ പാഡിന്റെ പരിപാടി. എനിക്കറിയാം വീഡിയോ ഒരു വയ്ക്കും, എന്റെ വോയിസ് ഒരു വയ്ക്കുമാണ് പോണേന്ന്. പക്ഷേ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. അപ്പൊ നെക്സ്റ്റ് വരട്ടെ അല്ലേ. എന്തായാലും ഒരു നോട്ട്ബുക്ക് വേണമല്ലോ. അപ്പൊ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മിഫി നോട്ട്ബുക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടോ. കുറച്ച് A4 ഷീറ്റ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ പഴയ നോട്ട്ബുക്സിന്റെ പേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങോട്ട് ചീന്തി എടുക്കുക. ജസ്റ്റ് അതിന്റെ സെന്റർ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ അതിന്റെ കവർ പേജ് ആയിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ നിങ്ങളുടെ പഴയ നോട്ട്ബുക്കിന്റെ കവർ പേജ് എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു മിഫിനെ ട്രേസ് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്തെടുക്കുക. ഞാനിവിടെ മിഫിയും പർപ്പിളുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പർപ്പിൾ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു A4 പേപ്പർ ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ ഇങ്ങനെ ഓരോ പേജ് എടുത്തിട്ട് ജസ്റ്റ് ഗമ്മ് തേച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് അത് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിഫിന്റെ തലയ്ക്കകത്ത് നമുക്ക് കണ്ണും മൂക്കൊക്കെ വേണമല്ലോ, അപ്പൊ ആ ഒരു കണ്ണും മൂക്കൊക്കെ ജസ്റ്റ് വരച്ചു കൊടുക്കുക. വേണമെങ്കിൽ ആ ഒരു പേജ് ഈ ഒരു കവർ പേജുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. കാരണം ആ ഒരു ഗമ്മ് നല്ലോണം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ നമ്മളെ നോട്ട്ബുക്കും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരട്ടെ. അതെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം വരുന്നത്, ടൈം ടേബിൾ കാർഡ്. സത്യം പറഞ്ഞാൽ ടൈം ടേബിൾ ഇല്ലാണ്ട് സ്കൂളില്ലാന്ന് തന്നെ പറയാല്ലേ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ. അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ടൈം ടേബിൾ കാർഡ് ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് തിക്കുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ A4 ഷീറ്റ് തന്നെ എടുത്താൽ മതി. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് എത്ര ക്ലാസ് ഉണ്ടോ, എത്ര പീരീഡ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടൊക്കെ കോളം വരച്ചു കൊടുക്കുക.
എന്നിട്ട് അതിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഞാനൊരു പർപ്പിൾ കളർ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ 4 സൈഡിലായിട്ട് ഞാൻ തന്നെ വരച്ച് കളർ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ മിഫിയുടെ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള മിഫിക്കുട്ടൻ ബുക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുക്ക് എടുക്കണം എന്നുള്ള തോട്ട് വന്നാലോ? എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ നേരത്തെ ടൈം ടേബിൾ എന്ന് എഴുതിയത് എൻ്റെ ഒരു പൊട്ട ബുദ്ധിയാണ് ഗൈസ്. കാരണം പെയിന്റ് അടിക്കുമ്പോൾ അത് പോകുമല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ടൈം ടേബിളിൽ നിന്ന് ഈ പർപ്പിൾ അടിച്ചതിന് ശേഷം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നുള്ള ആ ഒരു വീക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ടൈം ടേബിൾ കാർഡിൻ്റെ പരിപാടി. അപ്പോൾ നെക്സ്റ്റ് വരട്ടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഐറ്റം പെൻസിൽ കേസാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാനില്ല, കാരണം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേറെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. എങ്കിലും സ്കൂൾ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെൻസിൽ കേസ് വേണമല്ലോ. അപ്പോൾ പിന്നെ ഇതൊന്നും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക, ഈ വീഡിയോയിൽ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക, രണ്ടറ്റത്തായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക, എന്നിട്ട് അത് രണ്ടും കൂടി ഒട്ടിക്കുക. അതിനുശേഷം അതിന്റെ മുകൾ ഭാഗത്തുള്ള പോർഷന്റെ 2 സൈഡിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ 4 അറ്റവും അല്ല എത്ര അറ്റമുണ്ടോ ആ അറ്റം മുഴുവനായിട്ട് വാഷി ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു കുറച്ച് കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പണും ക്ലോസും ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒട്ടിക്കുക. അപ്പൊ നമ്മുടെ പെൻസിൽ കേസിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. വാഷി ടിപ്സ് ഇല്ലാത്തവര് ജസ്റ്റ് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി, അത് വേണമെന്നൊന്നുമില്ല. നമ്മളൊരു ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ അതോടെ കണ്ടു നോക്കാം. അപ്പൊ നെക്സ്റ്റ് വരട്ടെ. അപ്പോൾ പെൻ ടോപ്പറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം വരെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് അതിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒരു പിക്ചർ വരച്ചെടുക്കുക. ആ ഒരു താഴ്ഭാഗം കട്ടാവാണ്ട് ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, പിന്നെ അതിനകത്തേക്ക് വിഷു കൊടുക്കുക, ഗമ്മിടുക, ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ.